ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന ചാപ്റ്ററിലെ കുറച്ച് തിയറി പോർഷൻസ് ആണ്. അപ്പോൾ അതിൽ കുറേ തിയറി ഉണ്ട്. അപ്പോൾ അത് പാർട്ട് എയിലും പാർട്ട് ബിയിലും ഒക്കെ വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഓവറോൾ ആയിട്ടൊന്ന് പറഞ്ഞു പോവാം. ആദ്യമേ ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനെയാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഓർഗനൈസേഷൻസ് ഫോം ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സർവീസസ് റെൻഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല, സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഫോം ചെയ്യുന്ന ഓർഗനൈസേഷനെയാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ നോൺ ട്രേഡിംഗ് കൺസേൺ എന്നുകൂടി പറയുന്നുണ്ട്. അതായത് ഈ തരത്തിലുള്ള ഓർഗനൈസേഷൻസ് ട്രേഡിംഗ് ആക്ടിവിറ്റീസ് അവർ സാധാരണഗതിയിൽ ചെയ്യാറില്ല. അതായത് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് അവർ സാധാരണഗതിയിൽ ചെയ്യാറില്ല. സോ അതുകൊണ്ട് തന്നെ നോൺ ട്രേഡിംഗ് കൺസേൺസ് എന്നുകൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. ഈ ഓർഗനൈസേഷൻസ് ഫോം ചെയ്യുന്നത് ഒന്നെങ്കിൽ ആർട്ട്, കൾച്ചർ, സ്പോർട്സ്, എഡ്യൂക്കേഷൻ, വെൽഫെയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടി ഫോം ചെയ്തിട്ടുള്ളതായിരിക്കും. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ മെഡിക്കൽ അസോസിയേഷൻ, ചാരിറ്റബിൾ ട്രസ്റ്റ്, വെൽഫെയർ സൊസൈറ്റീസ് അതൊക്കെ എന്താണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് എക്സാമ്പിൾ. ഇതായിട്ട് ഇതിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാം, നെയിം ദ അക്കൗണ്ട്സ് പ്രിപ്പയർഡ് ബൈ എ നോൺ ട്രേഡിംഗ് കൺസേൺ. ഒരു നോൺ ട്രേഡിംഗ് കൺസേൺ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട്സുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ നെയിം എഴുതാൻ നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് പാർട്ട് എയിൽ. അപ്പോൾ അങ്ങനെ വന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് ഓർത്താൽ മതി. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻ. ഒരു പർട്ടിക്കുലർ പീരീഡിൽ ക്യാഷ് ട്രാൻസാക്ഷൻസ് എന്തൊക്കെ നടന്നിട്ടുണ്ടോ ആ റെസിപ്റ്റ്സും അതുപോലെ തന്നെ പേയ്മെൻറ്റും എല്ലാം തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു അക്കൗണ്ടാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഇനി അതുപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെ നമ്മുടെ കറണ്ട് പീരീഡിൽ എന്തൊക്കെ എക്സ്പെൻസസ് വന്നിട്ടുണ്ടോ അതുപോലെ തന്നെ ഇൻകംസ് എന്തൊക്കെയാണോ എൻ ചെയ്തിട്ടുള്ളത് അത് റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ഇനി ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പം നോർമലി അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുന്നുണ്ട്, അസറ്റ്സും ലയബിലിറ്റീസും ഒക്കെ റെക്കോർഡ് ചെയ്യുന്നു. ഈ 3 അക്കൗണ്ട്സിനെ പറ്റിയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, പ്ലേലിസ്റ്റിലൊന്ന് കയറി നോക്കിയാൽ മതി കേട്ടോ. പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ വരുന്ന കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ പാർട്ട് എയിൽ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിതെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് വൺ പറയുന്നത് സബ്സ്ക്രിപ്ഷനാണ്. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷനാണ്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഈസ് ദ ഫീ റിസീവ്ഡ് ബൈ എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ അവരുടെ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നും ആനുവലി അവർ റിസീവ് ചെയ്യുന്ന ആ ഒരു ഫീസ്, കളക്ട് ചെയ്യുന്ന ഒരു ഫീസിനെയാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവർക്ക് മെമ്പർഷിപ്പ് ഉണ്ട്. ആ മെമ്പർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതിന് മേലെ നമ്മളൊരു ഫീസ് ചാർജ് ചെയ്യുന്നുണ്ട്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഒരു ഫീ ചാർജ് ചെയ്യുന്നുണ്ട്. അതിനെ സബ്സ്ക്രിപ്ഷൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി ഇതൊരു റെക്കറിങ് റെസിപ്റ്റ് ആണ്, അതായത് റിപ്പീറ്റഡ് നേച്ചറാണ്. എല്ലാ ഇയറിലും ആനുവലി നമ്മൾ കളക്ട് ചെയ്യുന്ന ഒരു ഫീ ആണ്. സോ ഇതൊരു റവന്യൂ റെസിപ്റ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ റവന്യൂ റെസിപ്റ്റ്സ് നമ്മൾ എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലും നമ്മളത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ നമ്മളത് ക്രെഡിറ്റും ചെയ്യും. ഇൻകം ആയതുകൊണ്ട് അത് ക്രെഡിറ്റ് ചെയ്യും. ഇനി ഈ സബ്സ്ക്രിപ്ഷൻ്റെ കേസിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ പ്രീപെയ്ഡ് സബ്സ്ക്രിപ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ഈ ഒരു ചാനലിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് നോക്കുക. ഓക്കെ, ആ സബ്സ്ക്രിപ്ഷൻ്റെ വർക്കിംഗ് ചിലപ്പോൾ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പാർട്ട് ബിയിൽ ഇപ്പോൾ എന്താ പറയുക, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് മേ ബി ഒരു ക്വസ്റ്റ്യൻ വന്നേക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടുകൾ തന്നിട്ടുണ്ടായിരിക്കും, അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തിട്ടുള്ള എമൗണ്ട് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഫൈനൽ എമൗണ്ട് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാനായിട്ട്. അടുത്ത ടോപ്പിക് ഡൊണേഷൻ ആണ്. ഡൊണേഷൻ ഈസ് ദി എമൗണ്ട് റിസീവ്ഡ് ബൈ നോൺ ട്രേഡിംഗ് കൺസേൺസ് ഫ്രം ദി മെമ്പേഴ്സ് ഓർ നോൺ മെമ്പേഴ്സ്. മെമ്പേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ മെമ്പേഴ്സ് അല്ലാത്ത ഔട്ട്സൈഡേഴ്സിൽ നിന്നോ നോൺ ട്രേഡിംഗ് കൺസേൺസ് റിസീവ് ചെയ്യുന്ന എമൗണ്ടിനെയാണ്, ആ ഒരു ഇൻകത്തിനെയാണ് ഡൊണേഷൻ എന്ന് പറയുന്നത്. ഡൊണേഷൻ എന്ന് പറയുമ്പം അത് ചിലപ്പോൾ ക്യാഷിൻ്റെ ഫോമിലായിരിക്കാം അല്ലെങ്കിൽ ഇൻ കൈൻഡ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഡൊണേഷൻ 2 ടൈപ്സ് ഉണ്ട്. സ്പെസിഫിക് ഡൊണേഷനും ഉണ്ട്, ജനറൽ ഡൊണേഷനും ഉണ്ട്. ഇപ്പോൾ ജനറൽ ഡൊണേഷൻ എന്താണെന്ന് വെച്ചാൽ ദോസ് ഡൊണേഷൻസ് വിച്ച് ആർ റിസീവ്ഡ് വിത്തൗട്ട് എനി സ്പെസിഫിക് പർപ്പസ് ഓർ കണ്ടീഷൻ. പ്രത്യേകിച്ച് ഒരു പർപ്പസില്ല, സ്പെസിഫിക് ആയിട്ടുള്ള പർപ്പസ് ഇല്ലാതെ റിസീവ് ചെയ്യുന്ന ഡൊണേഷൻസ് എന്തൊക്കെയാണോ അതിനെയാണ് ജനറൽ ഡൊണേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജനറൽ ഡൊണേഷൻസ് നമുക്ക് ഏതൊരു പർപ്പസിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ജനറൽ ഡൊണേഷൻ എന്ന് പറയുന്നത് റെക്കറിങ് നേച്ചറായിട്ടാണ് നമ്മളതിനെ കൺസിഡർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ റവന്യൂ റെസിപ്റ്റ് ആയിട്ട് ഇതിനെ ട്രീറ്റ് ചെയ്യും. സോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇതിനെ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത്.
ഇനി റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ ഡൊണേഷൻ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റെസിപ്റ്റ് സൈഡിൽ അത് കാണിക്കണം കേട്ടോ. പക്ഷേ ഇത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ നമ്മൾ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ജനറൽ ഡൊണേഷൻ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം, ബിഗ് എമൗണ്ടിലുള്ള ഒരു ജനറൽ ഡൊണേഷൻ ആണെങ്കിൽ അതിനെ സംടൈംസ് നമ്മൾ ക്യാപിറ്റൽ റെസിപ്റ്റ് പോലെ കൺസിഡർ ചെയ്യും. അപ്പോൾ ആ ഒരു കേസിൽ മാത്രം നമ്മൾ ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിലും കാണിക്കാറുണ്ട്. സ്പെസിഫിക് ഡൊണേഷൻ, വെൻ ഡൊണേഷൻ ഈസ് റിസീവ്ഡ് ഫോർ എ സ്പെസിഫിക് പർപ്പസ് ഇറ്റ് ഈസ് നോൺ ആസ് സ്പെസിഫിക് ഡൊണേഷൻ. ഒരു സ്പെസിഫിക് പർപ്പസിന്മേലാണ് ഒരു ഡൊണേഷൻ റിസീവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് സ്പെസിഫിക് ഡൊണേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡൊണേഷൻ ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്, ഡൊണേഷൻ ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് സ്വിമ്മിംഗ് പൂൾ, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് സ്പെസിഫിക് ഡൊണേഷനാണ്. അതിലൊരു സ്പെസിഫിക് പർപ്പസ് ഉണ്ട്. അപ്പോൾ സ്പെസിഫിക് പർപ്പസ് ആയിട്ടുള്ള ഡൊണേഷൻസ് ആണെന്ന് വെച്ചാൽ അതിനെ നമ്മൾ ക്യാപിറ്റൽ റെസീപ്റ്റ് ആയിട്ടാണ് എപ്പോഴും ട്രീറ്റ് ചെയ്യേണ്ടത്. അത് നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഐറ്റം ക്യാപിറ്റൽ ഫണ്ടാണ്. അതായത് ഒരു നോൺ ട്രേഡിംഗ് കൺസെൻ്റെ ക്യാപിറ്റലിനെയാണ് ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ജനറൽ ഫണ്ട് എന്നുകൂടി പറയും കേട്ടോ. അപ്പോൾ ക്യാപിറ്റൽ ഫണ്ട് തന്നെയാണ് ജനറൽ ഫണ്ട്, രണ്ടും ഒരേ കാര്യം തന്നെയാണ്. ഇനി ഈ ക്യാപിറ്റൽ ഫണ്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് അസറ്റ്സ് ഓവർ ലയബിലിറ്റി. ലയബിലിറ്റീസിനേക്കാൾ കൂടുതൽ എത്രത്തോളം അസറ്റ് ആ ഒരു ഫേമിലുണ്ട് അതിനെയാണ് എന്ത് പറയുന്നത്, ആ ഒരു ഡിഫറൻസിനെയാണ് ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത്. ഇനി ക്യാപിറ്റൽ ഫണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലായിരിക്കും ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ പ്രിപ്പയർ ചെയ്യുമ്പം സർപ്ലസ് ആണ് കിട്ടിയതെന്ന് വെച്ചാൽ സർപ്ലസ് നമ്മൾ ആഡ് ചെയ്യണം. ഡെഫിസിറ്റ് ആണെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്യുകയും വേണം. അടുത്ത ഒരു ടേമാണ് സ്പെസിഫിക് ഓർ സ്പെഷ്യൽ ഫണ്ട്. അതായത് ഇപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും പർപ്പസിന് വേണ്ടി ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് സ്പെസിഫിക് ഓർ സ്പെഷ്യൽ ഫണ്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്രിക്കറ്റ് ഫണ്ട്, ടൂർണമെൻറ്റ് ഫണ്ട്, പ്രൈസ് ഫണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഐറ്റത്തിനെ നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലായിരിക്കണം നമ്മളിത് റെക്കോർഡ് ചെയ്യേണ്ടത്. ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്യുക, സ്പെഷ്യൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലുള്ളൊരു സ്പെഷ്യൽ ഫണ്ട് എന്നല്ല, സ്പെഷ്യൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അസറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ സ്പെഷ്യൽ ഫണ്ട് എന്ന് മാത്രമാണ് തന്നിരിക്കുന്നതെങ്കിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കുക. അത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് കാണിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അസറ്റ് സൈഡിലാണ് നമ്മളിത് റെക്കോർഡ് ചെയ്യേണ്ടത്. അടുത്ത ഒരു ടേമാണ് എൻഡോവ്മെൻറ്റ് ഫണ്ട്. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓർ സ്പെഷ്യൽ ഡൊണേഷൻ ഓഫ് എ ലാർജ് എമൗണ്ട്. ഇപ്പോൾ ഇതിൽ വരുന്ന ഒരു സ്പെഷ്യൽ ഡൊണേഷൻ അല്ലെങ്കിൽ ഗിഫ്റ്റായിട്ട് കിട്ടുന്നൊരു ഫണ്ട് അതിനെയാണ് എൻഡോവ്മെൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഹ്യൂജ് എമൗണ്ട് ആയതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ടാണ് നമ്മളിതിനെ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലായിരിക്കും ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഫണ്ടിൽ നിന്നും നമുക്ക് എന്തെങ്കിലും ഇൻകം ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻകത്തിനെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകമായിട്ടാണ് കാണിക്കേണ്ടത്. ഓക്കെ, ഈ എൻഡോവ്മെൻറ്റ് ഫണ്ടിനെ നമ്മൾ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കേണ്ടത്. ഇനി അതിൽ നിന്നും എന്തെങ്കിലും ഇൻകം ഏൺ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മളത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകത്തിലാണ് കാണിക്കുന്നത്. ലെഗസി, ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓർ ഡൊണേഷൻ റിസീവ്ഡ് ബൈ എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആസ് പെർ ദ വിൽ ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ. ഒരു ഡിസീസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ വിൽപത്രം പ്രകാരം എന്തെങ്കിലും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്തെങ്കിലും ഗിഫ്റ്റോ ഡൊണേഷനോ ഒക്കെ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ലെഗസി എന്ന് പറയുന്നത്. ഇത് നോൺ റെക്കറിങ് ഇൻ നേച്ചറാണ്, അതായത് ഇത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ ലയബിലിറ്റീസിൽ നമ്മുടെ ക്യാപിറ്റൽ ഫണ്ട് ഉണ്ടായിരിക്കുമല്ലോ, ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ ലെഗസിയുടെ എമൗണ്ട് ആഡ് ചെയ്യണം. അടുത്തത് എൻട്രൻസ് ഫീ ആണ്. ദീസ് ആർ ദ അഡ്മിഷൻ ഫീ കളക്റ്റഡ് ഫ്രം ദ ന്യൂ മെമ്പേഴ്സ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. അതായത് ഇപ്പോൾ ഈ ഒരു ഓർഗനൈസേഷനുള്ളിലേക്ക് പുതിയ മെമ്പേഴ്സിനെ അഡ്മിറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവരുടെ അഡ്മിഷൻ ടൈമിൽ അവരിൽ നിന്ന് കളക്ട് ചെയ്യുന്ന അഡ്മിഷൻ ഫീനെയാണ് നമ്മൾ എൻട്രൻസ് ഫീ എന്ന് പറയുന്നത്. അപ്പോൾ എൻട്രൻസ് ഫീ സാധാരണഗതിയിൽ റവന്യൂ റെസിപ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ എൻട്രൻസ് ഫീനെ നമ്മൾ അതിനെ ഒരു ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ റവന്യൂ റെസിപ്റ്റ് ആയിട്ടും കൺസിഡർ ചെയ്യുന്നവരുണ്ട്. സോ അതുകൊണ്ട് ഒന്നുകിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യുക. ഇനി അതേസമയം ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം ആഡ് ചെയ്യുക. അപ്പോൾ ക്വസ്റ്റിനിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. എൻട്രൻസ് ഫീ എന്ന് പറഞ്ഞിട്ട് അത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണെന്നോ ലോങ് ടൈം നേച്ചറിലുള്ള ആണെന്നോ ഒക്കെ പറഞ്ഞാൽ നോൺ റെക്കറിങ് നേച്ചറിലുള്ളതാണെന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ബാലൻസ് ഷീറ്റിലാണ് അത് കാണിക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ ഇതിൽ ചെയ്താലും തെറ്റില്ല. ഓക്കെ, ാണ് ഗവൺമെൻറ് ഗ്രാൻഡ്സ് ആൻഡ് സബ്സിഡി. ഇതൊരു ഇൻകമാണ് കേട്ടോ, നോൺ ട്രേഡിംഗ് കൺസെൻ്റ് ഒരു ഇൻകമാണിത്. അപ്പോൾ ഗവൺമെൻറ്റിൽ നിന്നും ഫിനാൻഷ്യലായിട്ട് അസിസ്റ്റൻസ് റിസീവ് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ ഗവൺമെൻറ് ഗ്രാൻഡ് എന്ന് പറയുന്നത്. ഇത് 2 ടൈപ്സ് ഉണ്ട്, ഡെവലപ്മെൻറ്റ് ഗ്രാൻഡും ഉണ്ട്, മെയിൻ്റനൻസ് ഗ്രാൻഡും ഉണ്ട്. മെയിൻ്റനൻസ് ഗ്രാൻഡ് എന്ന് പറയുന്നത് ജനറൽ ഗ്രാൻഡ് ആണ്, റിസീവ്ഡ് വിത്തൗട്ട് എനി സ്പെസിഫിക് പർപ്പസ്. അപ്പോൾ ഒരു പ്രത്യേകം സ്പെസിഫിക് ആയിട്ടുള്ളൊരു പർപ്പസിന് വേണ്ടിയിട്ടല്ലാതെ എന്തെങ്കിലും ജനറലായിട്ട് ഗ്രാൻഡ് നമ്മൾ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് മെയിൻ്റനൻസ് ഗ്രാൻഡ് എന്ന് പറയുന്നത്. ഇത് ജനറൽ ആയതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ഇൻകം സൈഡിലാണ് ഇത് കാണിക്കുന്നത്.
ഇനി അതേപോലെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാൻറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൽ നിന്ന് സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഗ്രാൻറ്റ് കിട്ടുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളതിനാണ് ഡെവലപ്മെൻറ്റ് ഗ്രാൻറ്റ് അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത്, അങ്ങനെ ഒരു സ്പെസിഫിക് ഗ്രാൻറ്റ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഗ്രാൻറ്റ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് ബി ആഡഡ് ടു സ്പെഷ്യൽ ഫണ്ട് ഓൺ ദി ലൈബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ലൈബിലിറ്റി സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്, ഈ സ്പെഷ്യൽ ഫണ്ട് കൂടി നമ്മളവിടെ ആഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരിക്കണം. ആണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീ. ജനറലി സബ്സ്ക്രിപ്ഷൻ ഈസ് പെയ്ഡ് പീരിയോഡിക്കലി, അതായത് ഇയർലിയോ മന്ത്ലിയോ ഒക്കെ ആയിരിക്കും നമ്മൾ സബ്സ്ക്രിപ്ഷൻ പേയ്മെൻറ്റ് നടത്തുന്നത്. പക്ഷേ ചില മെമ്പേഴ്സ് എന്ത് ചെയ്യും, ഈ പീരിയോഡിക്കൽ സബ്സ്ക്രിപ്ഷന് പുറമെ അവർ ഒരു ലംസമായിട്ടുള്ള എമൗണ്ട് അങ്ങ് പേ ചെയ്യും. ഓക്കെ, ലൈഫ് മെമ്പേഴ്സ് ആവുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ലംസമായിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന സബ്സ്ക്രിപ്ഷനെയാണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ലംസം സബ്സ്ക്രിപ്ഷൻ ഈസ് നോൺ ആസ് ലൈഫ് മെമ്പർഷിപ്പ് ഫീ. ഇതൊരു വൺ ടൈം പേയ്മെൻ്റ് ആണ്. മെമ്പേഴ്സ് അവരുടെ ലൈഫ് ടൈമിലേക്ക് തരുന്ന പേയ്മെൻ്റ് ആണ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യേണ്ട, ഇയർലി മന്ത്ലി ഒന്നും അവർക്ക് ഇങ്ങനെ പേയ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കേണ്ട, അവർ ഒറ്റയടിക്ക് ആ എമൗണ്ട് ഒരുമിച്ച് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നോൺ റെക്കറിങ് നേച്ചറാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മളിത് ക്യാപിറ്റൽ റിസിപ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ലൈഫ് മെമ്പർഷിപ്പ് ഫീ തന്നിട്ടുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റിൽ ലൈബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം ഇത് ആഡ് ചെയ്യണം. ഹോണറേറിയമാണ് ദ പേയ്മെൻറ്റ് മെയ്ഡ് ടു എ പേഴ്സൺ ഹു ഈസ് നോട്ട് എ എംപ്ലോയി ഓഫ് ദ ഓർഗനൈസേഷൻ. ഇതൊരു എക്സ്പെൻസ് ആണ് കേട്ടോ. ആദ്യമേ മനസ്സിലാക്കേണ്ടത് ഹോണറേറിയം ഒരു എക്സ്പെൻസ് ആണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ. ഇപ്പോൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഒരു വ്യക്തിയിൽ നിന്നും എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള സർവീസ് നമ്മൾ റെൻഡർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഔട്ട്സൈഡർ ആയിട്ടുള്ള ഒരു പേഴ്സണ് എന്തെങ്കിലും പേയ്മെൻറ്റ് കൊടുക്കുന്നതിനാണ് ഹോണറേറിയം എന്ന് പറയുന്നത്. റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. സോ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻഡിച്ചറിൻ്റെ അണ്ടറിലായിരിക്കും ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ആണ് കൺസ്യൂമബിൾ സ്റ്റോഴ്സ്. അതായത് എല്ലാ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും ചില ഐറ്റംസ്, അത് പ്രോപ്പറായിട്ട് നമുക്കത് റൺ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ചില ഐറ്റംസ് നമുക്ക് കൺസ്യൂം ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ മെഡിസിൻസ് വേണം അല്ലേ, മെഡിസിൻസ് അവർ കൺസ്യൂം ചെയ്യുന്നുണ്ട്. സ്പോർട്സ് ക്ലബ്ബ് ആണെങ്കിൽ സ്പോർട്സ് മെറ്റീരിയൽസ് കൺസ്യൂം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള കേസിനെയാണ് നമ്മൾ കൺസ്യൂമബിൾ സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൺസ്യൂമബിൾ സ്റ്റോഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അതായത് ആക്ച്വലായിട്ട് എത്രയാണോ ആ ഇയറിൽ നമ്മൾ കൺസ്യൂം ചെയ്തിട്ടുള്ളത് അതിൻ്റെ വാല്യൂ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഇനി ഇതിൻ്റെ ക്ലോസിംഗ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുകയും വേണം. അടുത്തായിട്ട് എന്ന് പറയുന്നത് പ്രൊസീഡ്സ് ഫ്രം കൺസേർട്സ്, സ്പെഷ്യൽ ഇവൻറ്റ്സ് എക്സെട്ര. അതായത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ചിലപ്പോൾ വേരിയസ് ആയിട്ടുള്ള പ്രോഗ്രാംസ് അവർ അറേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ ഷോസിൽ നിന്നും എമൗണ്ട് കളക്ട് ചെയ്യുമല്ലോ, അതിനെയാണ് പ്രൊസീഡ്സ് ഫ്രം കൺസേർട്സ് ഓർ സ്പെഷ്യൽ ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മളത് ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ കുറച്ച് ഡിഫറൻസസ് തന്നിട്ടുണ്ട്. അതിലെല്ലാം കുറച്ച് ഒരു 4-5 പോയിൻറ്റ്സ് ഒന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. അതിൽ ഏതെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അത് ആ വീഡിയോ നിങ്ങളൊന്ന് കാണുക. ഇനി ഇതിൽ നമുക്ക് ക്യാഷ് ബുക്കും റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസസ് ഒന്ന് ജസ്റ്റ് നോക്കാം. ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ആയിട്ടുള്ളൊരു ബുക്കാണ്, സബ്സിഡിയറി ബുക്കാണ്. അതേസമയം റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു മെമ്മറാൻഡം അക്കൗണ്ട് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ബുക്കിൽ നമ്മൾ ത്രൂ ഔട്ട് ദി ഇയറിലെ എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഒരു സർട്ടൈൻ പീരീഡിലെ കാര്യങ്ങളായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അത് വെച്ചിട്ടായിരിക്കും അത് പ്രിപ്പയർ ചെയ്യുക. ക്യാഷ് ബുക്കിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് എല്ലാം ഡേറ്റ് വൈസ് ആയിട്ടായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റിൽ അങ്ങനെ ഡേറ്റ് വൈസും കാര്യങ്ങളൊന്നും അല്ല നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഇനി ക്യാഷ് ബുക്കിൽ നമുക്ക് ആ ഒരു ക്യാഷ് ട്രാൻസാക്ഷൻസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫോമിലായിരിക്കും അതിലെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യാം. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റിൽ ക്യാഷ് ബുക്കിൻ്റെ ഒരു സമ്മറൈസ്ഡ് ആയിട്ടുള്ള ഫോർമാറ്റാണിത്. ഓക്കെ, അപ്പോൾ ക്യാഷ് ബുക്കിൻ്റെ ഒരു സമ്മറൈസ്ഡ് ആയിട്ടുള്ളൊരു സമ്മറി മാത്രമേ നമുക്കതിൽ കാണാനായിട്ട് സാധിക്കുള്ളൂ. ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. അതേസമയം റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടോ നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ട്സിൻ്റെ ഒരു പാർട്ടാണത്. ഇനി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് പ്രോഫിറ്റ് ഓർഗനൈസേഷൻസും അതുപോലെ തന്നെ പ്രോഫിറ്റ് കൺസേൺസും ഒക്കെ ആയിരിക്കും ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടോ പ്രിപ്പയർ ചെയ്യുന്നത് നോൺ ട്രേഡിംഗ് കൺസേൺസ് ആയിരിക്കും ഇത് അധികമായിട്ടും പ്രിപ്പയർ ചെയ്യുക. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് നോൺ ട്രേഡിംഗ് കൺസേണിൻ്റെ ഒരു റവന്യൂ അക്കൗണ്ടാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ ട്രേഡിംഗ് കൺസേണിൻ്റെ റവന്യൂ അക്കൗണ്ടാണ്. എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും അത് പ്രിപ്പയർ ചെയ്യുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു ബാലൻസ് ഒന്നും വെച്ചിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്യാം. അതേസമയം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സർപ്ലസ് ആയിരിക്കാം അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം ക്ലോസിംഗ് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റോ നെറ്റ് ലോസോ ആയിരിക്കാം.
ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ സർപ്ലസിനെ അല്ലെങ്കിൽ സർപ്ലസോ ഡെഫിസിറ്റോ എന്താണ് നമുക്ക് കിട്ടുന്നത് വെച്ചാൽ അത് ക്യാപിറ്റൽ ഫണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ രണ്ട് അക്കൗണ്ടുകളും തമ്മിൽ ചെറിയ ചെറിയ ഡിഫറൻസസേ ഉള്ളൂ. ഏകദേശം ഒരേപോലത്തെ തന്നെ ഐറ്റംസ് ആണ്. ഒന്ന് ട്രേഡിംഗ് കൺസേണിൻ്റെ ആണ്, നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ആണെന്നുള്ളൊരു ഡിഫറൻസ് മാത്രമാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. ഓക്കെ.